Dear students, in the last class we learned about column chromatography. Now today let us learn about partition chromatography or partition column chromatography. It is a method of separation of components present in a mixture that get distributed more likely into two liquid phases because of differences in partition coefficients during the flow of mobile phase in the chromatography column. That is, the separation is based on solute partitioning between two liquid phases. That means the relative solubility of the sample components. So this is a partition chromatography. The two components red and green are partitioned at different extent on the stationary phase. In liquid-liquid partition chromatography, the stationary phase consists of a thin layer of a liquid held on the surface of a porous inert solid support like cellulose, silica gel, starch, calcite, kieselguhr, etc. The mobile phase is a liquid immiscible with the stationary liquid phase. The process is based on the principle that the different components of the sample mixture have different partition coefficients for a given pair of immiscible liquids. Hence, they distribute themselves to different extents between the two immiscible liquid phases. Thus, they move at different rates and this results in their separation. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റേഷനറി ഫേസ് എടുക്കുന്നു. ആ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിരിക്കും. ഒരു സോളിഡ് സപ്പോർട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ സെല്ലുലോസ്, സ്റ്റാർച്ച്, സിലിക്ക ജെൽ അങ്ങനത്തെ മെറ്റീരിയൽ ആണ്. ഇനി അതിന് മാത്രം പോരാ, അതിൻ്റെ ഉള്ളിൽ ഒരു ലിക്വിഡും കൂടി വേണം. അതായത് അതിനെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടാവണം. ലിക്വിഡായിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോൾവെന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ സോൾവെന്റും കൂടെയും ഈ സ്റ്റേഷനറി ഫേസിൽ സോളിഡ് സപ്പോർട്ടിന്റെ കൂടെ നമ്മൾ ഒഴിക്കണം. അതിനുശേഷമാണ് നമ്മൾ മൊബൈൽ ഫേസ് കടത്തിവിടുന്നത്. അപ്പൊ മൊബൈൽ ഫേസ് കടത്തിവിടുമ്പോൾ സാമ്പിൾ മൊബൈൽ ഫേസിലാണ് എടുക്കുന്നത്. അപ്പൊ സാമ്പിൾ കമ്പോണൻസ് രണ്ട് ലിക്വിഡ്സ് ഉണ്ട്. ഒന്ന് മൊബൈൽ ഫേസിലെ ലിക്വിഡും ഒന്ന് സ്റ്റേഷനറി ഫേസിന്റെ ഉള്ളിൽ നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന ലിക്വിഡും. അപ്പൊ സാമ്പിൾ കമ്പോണൻസ് ഈ രണ്ട് ലിക്വിഡിലും ഡിഫറെന്റ് പാർട്ടീഷനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ചില സാമ്പിളിന് കൂടുതൽ അഫിനിറ്റി ഉണ്ടാവും ഈ സ്റ്റേഷനറി ഫേസിലെ ലിക്വിഡിനോട്, അത് പെട്ടെന്ന് സ്റ്റേഷനറി ഫേസിലേക്ക് പോകും. ചില സാമ്പിൾ കമ്പോണൻസിന് അത്ര വലിയ അഫിനിറ്റി ഉണ്ടാവില്ല ഈ സ്റ്റേഷനറി ഫേസിലെ ലിക്വിഡിനോട്. അപ്പൊ അത് സ്റ്റേഷനറി ഫേസിലേക്ക് പോവാതെ താഴേക്ക് ഒഴുകും. അല്ലെങ്കിൽ ഏറ്റവും അവസാനം കോളത്തിന്റെ ഏറ്റവും അവസാനമായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് സാമ്പിൾ കമ്പോണൻസിന് ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ പാർട്ടീഷൻ അല്ലെങ്കിൽ പാർട്ടീഷൻ കോഎഫിഷ്യന്റിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് വേർതിരിച്ചെടുക്കാവുന്ന പ്രോസസ്സാണ്. അതിനെയാണ് നമ്മൾ പാർട്ടീഷൻ കോളം ക്രോമാറ്റോഗ്രഫി എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പിൾ ഒന്നും കൂടെയും ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാണ്. Partition column chromatography means the separation of components of a given sample due to the partition of components between two liquid phase. ഒരു ലിക്വിഡ് ഫേസ് മൊബൈൽ ഫേസും മറ്റേ ലിക്വിഡ് ഫേസ് സ്റ്റേഷനറി ഫേസിലുള്ള ലിക്വിഡുമാണ്. സ്റ്റേഷനറി ഫേസ് is coated with a liquid which is immiscible in mobile phase. Stationary phase immobilizes the liquid surface and makes it stationary phase. The mobile phase passes over the stationary phase and separates out. The separation depends on the relative solubility in the stationary liquid layer because of different partition coefficient. Different component of samples are separated. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. പാർട്ടീഷൻ കോഎഫിഷ്യന്റിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഇവിടെ സെപ്പറേഷൻ ഓഫ് സാമ്പിൾ കമ്പോണൻസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റ് എന്നാണ് നോക്കാം.
As the mobile phase bearing the solute enters the column, the solute distributes itself between two stationary and mobile phase. This distribution between the two phases is described by the partition or the distribution coefficient K, and is defined as K is equal to Cs by Cm, where Cs and Cm refer to the concentrations of the solute in the stationary and mobile phases. അതായത് പാർട്ടീഷൻ കോഎഫിഷ്യന്റിന്റെ ടേം എന്ന് പറയുന്നത് കെ ആണ്. കെ ഇസ് ഈക്വൽ ടു സി എസ് ബൈ സി എം ആണ്. സി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദി സാമ്പിൾ ഇൻ ദി സ്റ്റേഷനറി ഫേസ്. എസ് ഡിനോട്ട് ചെയ്യണത് സ്റ്റേഷനറി ഫേസ് ആണ്. സി എം ഡിനോട്ട് ചെയ്യണത് കോൺസെൻട്രേഷൻ ഓഫ് ദി സാമ്പിൾ ഇൻ ദി മൊബൈൽ ഫേസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് സാമ്പിളിന്റെ അഫിനിറ്റി സ്റ്റേഷനറി ഫേസിലും മൊബൈൽ ഫേസിലും ഒരേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ രണ്ട് ഫേസിലും ഒരേപോലെ ആണെങ്കിൽ നമുക്ക് കെ ഈക്വൽ ടു 1 കിട്ടും. അപ്പൊ അങ്ങനെയാണ് കെയുടെ വാല്യൂസ് വരിക. If the value of k equal to 1, then the solute is equally distributed between stationary and mobile phases. For k is less than 1, the solute travels faster through the column because it spends more time in the mobile phase. അതായത് k less than 1 ആണെങ്കിൽ സൊല്യൂട്ടിന് സ്റ്റേഷനറി ഫേസിനോട് അഫിനിറ്റി കുറവാണ്, പകരം അഫിനിറ്റി മൊബൈൽ ഫേസിനോടാണ്. അപ്പൊ മൊബൈൽ ഫേസിലൂടെ ഒഴുകാനാണ് അതിന് താല്പര്യം. For k is greater than 1, the solute will be retained in the stationary phase or will exit the column after longer time. k greater than 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സി എസ് എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആയിരിക്കും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ദ സ്റ്റേഷനറി ഫേസ് ഒരു ലാർജ് വാല്യൂ ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനറി ഫേസിനോട് കൂടുതൽ അഫിനിറ്റി ഉണ്ട് സാമ്പിളിനും, അത് ഏറ്റവും അവസാനം മാത്രമാണ് കോളത്തിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് പോവുള്ളൂ. സ്റ്റേഷനറി ഫേസിൽ പറ്റിപ്പിടിക്കാനാണ് സാധ്യത കൂടുതൽ. That is, different solutes will have different values of distribution coefficient or partition coefficient, so their movement through the column will be of different rates. That is, the component with the highest k is retarded most by the stationary phase, while that with the least k is carried most quickly by the mobile phase. Now let us discuss about partition chromatography process. What is the process and what are the applications? In partition column chromatography, a column of finely divided solid absorbent holding a suitable polar liquid phase fixed and mobile on it is prepared. This constitutes the stationary phase. I have already shown it. This is the column that is taken and this we have the stationary phase with the liquid on the column. Water itself can act as a stationary liquid phase. The solution containing the components is made a slurry with the solid adsorbent and is transferred to the top of the column. അതായത് ഈ കോളത്തിന്റെ ഉള്ളിലേക്ക് സ്ലറി ഉണ്ടാക്കുക, വെള്ളത്തിൽ നമ്മുടെ സിലിക്ക ജെല്ലോ കാൽസ്യം കാർബണേറ്റ് കലക്കി എടുക്കുക, എന്നിട്ട് ഈ എന്താ പറയുക ബ്യൂററ്റ് ഷേപ്പിലുള്ള ഗ്ലാസ് ട്യൂബിലേക്ക് അത് ഒഴിക്കുക, എന്നിട്ട് അത് അങ്ങനെ ഒഴിച്ചു വെക്കുക. അപ്പൊ അത് സ്റ്റേഷനറി ഫേസ് ആയി. അതാണ് ചെയ്യേണ്ടത്. The mobile phase, which is a non-polar liquid immiscible with a stationary phase, is introduced on the top of the column. As it trickles down the column, a partitioning of the components between the two immiscible liquids take place. The components which go readily into the stationary liquid phase are retarded in their movement. At the same time, those components which go readily into the mobile phase can now move faster. The difference in the rates of migration of the components brings about a separation of the components as they move down the column. The components that are held back by the stationary liquid phase are later eluted using a suitable solvent. നമ്മൾ മൊബൈൽ ഫേസിൽ സാമ്പിൾ കമ്പോണൻസ് എല്ലാം ഇവിടെ ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്, രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്തിട്ട് മൊബൈൽ ഫേസിൽ മിക്സ് ചെയ്തിട്ട് അത് ഈ സ്റ്റേഷനറി ഫേസിന്റെ മുകളിലൂടെ ഒഴിക്കുന്നു. ഒഴിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക?
പാർട്ടീഷനിങ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കും. അതായത് രണ്ട് ലിക്വിഡ് ഉണ്ട്, ഒന്ന് മൊബൈൽ ഫേസിലെ ലിക്വിഡും ഒന്ന് സ്റ്റേഷനറി ഫേസിലെ ലിക്വിഡും. അവർ തമ്മിൽ ഒരു പാർട്ടീഷനിങ് നടക്കും. അപ്പൊ ചില കമ്പോണൻസ് പെട്ടെന്ന് തന്നെ സ്റ്റേഷനറി ഫേസിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. അവരെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാവുന്നതാണ്. ചിലവർക്ക് അഫിനിറ്റി കുറവായതുകൊണ്ട് മൊബൈൽ ഫേസിലൂടെ താഴേക്ക് ഒഴുകും. ഇനി പെട്ടെന്ന് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റേഷനറി ഫേസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയ ഈ റെഡ് പോലത്തെ ഈ കമ്പോണന്റ് എന്നെ നമുക്ക് ഏറ്റവും അവസാനം എല്യൂട്ട് ചെയ്യാൻ പറ്റും. എല്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സോൾവെന്റ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഡിസോൾവ് ചെയ്യുന്ന ഈ സാമ്പിൾ കമ്പോണന്റ് ഡിസോൾവ് ചെയ്യുന്ന ഒരു സോൾവെന്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതിൽ ഡിസോൾവ് ആയിട്ട് അത് താഴേക്ക് നമുക്ക് ഒഴുകി നമുക്ക് അതിനെ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോസസ്സും പ്രിൻസിപ്പിളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Partition chromatography was first introduced by Martin and Sinch in 1941. They were awarded Nobel Prize for this work. They conducted experiments for separating a mixture of amino acids. The stationary phase used was water on silica gel support taken in a column. അമിനോ ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാർട്ടിൻ ആൻഡ് സിഞ്ച് എന്ന് പറഞ്ഞ നൊബൽ പ്രൈസ് വിന്നേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനറി ഫേസ് എടുത്തത് സിലിക്ക ജെല്ലാണ്. അതിനെ വെള്ളത്തിൽ കലക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലിക്വിഡ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫേസിലുള്ള ലിക്വിഡ് വാട്ടർ ആണ്. ദ മൊബൈൽ ഫേസ് യൂസ് വാസ് ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് എ ലിറ്റിൽ ബ്യൂട്ടനോൾ. മൊബൈൽ ഫേസ് സാമ്പിൾ കമ്പോണൻസ് കലക്കാനുള്ള മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ക്ലോറോഫോമും അതിന്റെ കൂടെ ഇത്തിരി ബ്യൂട്ടനോളും കൂടി എടുത്താണ് മൊബൈൽ ഫേസ് ഉണ്ടാക്കിയത്. Partition column chromatography can be used for the separation of inorganic species also. Using water supported on cellulose as the stationary phase and acetone containing some HCl as the mobile phase, a mixture of cobalt and nickel ions can be easily separated in the laboratory. കൊബാൾട്ട് നിക്കളും ഒരേ ഗ്രൂപ്പിൽ വരുന്ന രണ്ട് കാറ്റയോൺസ് ആണ് കൊബാൾട്ട് നിക്കളും. അതിന് സെപ്പറേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ശരിക്കും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് പാർട്ടീഷൻ കോളം ക്രൊമാറ്റോഗ്രഫി ആണ്. അപ്പൊ സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമുക്ക് സെല്ലുലോസ് വിത്ത് വാട്ടർ എടുക്കാവുന്നതാണ്. ഇനി മൊബൈൽ ഫേസ് ആയിട്ട് അസറ്റോൺ എടുക്കുക. അതിൽ ഇത്തിരി HCl കൂടെ കലക്കിയിട്ടുണ്ടാവണം. അത് മൊബൈൽ ഫേസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൊബാൾട്ടിനെയും നിക്കളെയും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. Now let us discuss the applications. Column partition chromatography is more reproducible than adsorption chromatography and yields sharper and more symmetrically shaped bands. It is very useful method for the final purification of natural extracts, synthetic mixtures and biological matrices. It is also used for fractionation of complex crude extracts like petroleum fractions. It is also used for the determination of quality of water, and it is also used for the separation of aroma molecules. Aroma molecules mean smell-giving molecules of wine. It is also used for the determination of pesticide residues. What all components are there in pesticides? And it is also used for the quantitative separation of components in a mixture of organic or inorganic substances. അതായത് നിങ്ങൾക്ക് ഒരു മിക്സ്ചർ തന്നിരിക്കുകയാണ്, രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ്ചർ തന്നിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി ചെയ്യാവുന്നതാണ്. നമുക്ക് ആ രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അല്ലെങ്കിൽ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. Also, it is used for the purification of the products of reaction in the laboratory as well as in industry. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു 99.9% പ്യൂരിറ്റിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. പ്യൂരിറ്റി അതനുസരിച്ച് ക്രോമാറ്റോഗ്രഫി എത്ര പ്രാവശ്യം ചെയ്യുന്നോ അത്രയും പ്യൂരിറ്റി കൂടും. It is also used for the identification of organic and inorganic components of a mixture. ഐഡന്റിഫൈ ചെയ്യാനും കോമ്പൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഈ പാർട്ടീഷൻ കോളം ക്രോമാറ്റോഗ്രഫി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ദീസ് ആർ ദി വാല്യുബിൾ applications of partition column chromatography. Thank you.